ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഒരു മാന്യനല്ലാതെ പെണ്ണിനെ മാനിക്കാൻ കഴിയില്ല, ഒരു നിന്ദ്യനല്ലാതെ പെണ്ണിനെ നിന്ദിക്കാൻ കഴിയില്ലെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ അക്രമഹുന്ന ഇല്ലാ കരീം, മാന്യനല്ലാതെ പെണ്ണിനെ മാനിക്കുകയില്ല, ഭാര്യയെ മാനിക്കുകയില്ല. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, തന്റെ ഭാര്യയെ അവഗണിക്കുന്നവൻ നിന്ദ്യനായിരിക്കും. നിന്ദ്യനല്ലാതെ സ്വന്തം ഭാര്യയെ നിന്ദിക്കാൻ കഴിയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുരുഷന്റെ സമ്പൂർണ്ണ ഈമാന്റെ അടയാളമായി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തന്നത്, അവൻ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയായി തന്റെ വീട്ടുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറലാണ്. ഉത്തമ സ്വഭാവം ഉള്ളവൻ തന്റെ കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ, അവനാണ് ഈമാൻ സമ്പൂർണമായവരെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. സഹോദരായി പറയുന്നത് ശ്രദ്ധിക്കണം. അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും അഖ്ലാഖാ വഅൽതഫുഹും ബിഅഹ്ലിഹി. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഒരു പുരുഷന്റെ ഈമാന്റെ സമ്പൂർണത, ഈമാൻ ഏറ്റവും പൂർണ്ണമായ ആളുകളുടെ അടയാളം എന്താ? അത് നിസ്കാരത്തഴമ്പാണെന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടില്ല. നന്നായി നിസ്കാരത്തഴമ്പ് 2ഉം 3ഉം പുള്ളികളായി കുത്തുകളായി ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നവർ, അവരാണ് സമ്പൂർണ്ണ ഈമാനുള്ളവർ. അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരുന്നു, ഒരാഴ്ച കൊണ്ട് ഈമാൻ പൂർണ്ണമാക്കാം. നല്ല ഉരമുള്ള പായയിലോ മറ്റോ സുജൂദ് അങ്ങോട്ട് ചെയ്താൽ വേഗം നിസ്കാരത്തഴമ്പുണ്ടാവും. അതൊന്നുമല്ല സമ്പൂർണ്ണ ഈമാന്റെ അടയാളം. പിന്നെയോ അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും ഉത്തമ സ്വഭാവമുള്ളവരാരോ അവരാണ് ഈമാൻ ഏറ്റവും പൂർണ്ണമായവർ. വഅൽതഫുഹും ബിഅഹ്ലിഹി, പിന്നെയോ തന്റെ ഭാര്യയോട്, തന്റെ കുടുംബത്തോട്, തന്റെ വീട്ടിലുള്ളവരോട് ഏറ്റവും കാരുണ്യത്തോടുകൂടെ പെരുമാറുന്നവർ. തന്റെ വീട്ടിലുള്ളവരോടൊക്കെയും കാരുണ്യത്തോടുകൂടെ, ദയയോടുകൂടെ, ഇഷ്ടത്തോടുകൂടെ വർത്തിക്കുന്നവർ, അവരാണ് ഈമാൻ പൂർണ്ണമായവർ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചോനെ, റബ്ബ കൂട്ടത്തിൽ നമ്മളെയൊക്കെയും ഉൾപ്പെടുത്തട്ടെ. സഹോദര, സഹോദരി, ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെയും കാരുണ്യത്തോടുകൂടെയും മറ്റുള്ളവരോട് പെരുമാറുക, ഇതാണല്ലോ ഹുസ്നുൽ ഖുൽഖ്, ഇതാണല്ലോ ഏറ്റവും വലിയ ഇബാദത്ത്. ഇന്നും ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കൂട്ടത്തിൽ ഒരു സഹോദരിയും മക്കളും വന്നിട്ട് പറഞ്ഞത്, ഭർത്താവിന്റെ മുൻകോപം മാറാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ആള് നല്ല മനുഷ്യനാ, നല്ല സ്നേഹമുള്ള ആളാണ്, പക്ഷെ ചെറിയ വിഷയങ്ങൾ മതി പൊട്ടിത്തെറിക്കും. എന്താണ് പറയുന്നത് എന്ന് പിന്നെ ഒരു ലൈസൻസ് ഉണ്ടാവില്ല, ആരെയാണ് പറയുന്നത് എന്ന് ലൈസൻസ് ഉണ്ടാവില്ല. അദ്ദേഹം വാങ്ങിക്കൊണ്ടുവന്ന വസ്തുക്കൾ ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹം തന്നെ നശിപ്പിക്കും. പിന്നീട് സോറി പറയും. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എത്ര വലിയൊരു വിവരക്കേടാണത്. സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാതിരിക്കലാണ്, മുൻകോപമില്ലാതിരിക്കലാണ്, ദേഷ്യത്തെ അടക്കി നിർത്തലാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ടല്ലോ. ഒരു ഹദീസ് ശ്രദ്ധിക്ക്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? നമ്മൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. വേറെ ആർക്കാ നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുക? മറ്റാർക്കാ നമ്മൾ നിയന്ത്രിക്കാൻ കഴിയുക? അനിൽ അലാ ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു
മഹാനായ അലാ ഇബ്നു ശഖീർ തങ്ങൾ പറയുകയാണ്, അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖിബലി വജ്ഹിഹി. ഹബീബായ നബി തങ്ങൾ ഒരു സദസ്സിലിരിക്കവേ ഒരു ദിവസം ഹബീബായ നബിയുടെ അടുത്തേക്ക് നേരെ മുന്നിലൂടെ ഒരാൾ കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് നേരെ മുന്നിലൂടെ ഒരാൾ കയറി വന്നു. ഫഖാല, അയാൾ ചോദിച്ചു, നബിയേ, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, അമലിന്റെ കൂട്ടത്തിലെ ഏറ്റവും അഫ്ളലായ അമലേതാണു നബിയേ? ഒരുപാട് ഇബാദത്തുകൾ, അമാലുകൾ നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം, വിശുദ്ധ ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, എന്തെല്ലാം അമലുകളാണ്. എന്നാൽ അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, അമലിന്റെ കൂട്ടത്തിലെ ഏറ്റവും അഫ്ളലായ അമലേതാണു നബിയേ? ഉടനെ ഖാല, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഇങ്ങനെയാണ്, ഹുസ്നുൽ ഖുൽഖ്. ഇതൊന്ന് ശ്രദ്ധിക്ക്. ഹുസ്നുൽ ഖുൽഖ്, സ്വൽസ്വഭാവമാണ് അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ അമൽ. അയാൾ തിരിഞ്ഞുപോയി. മുത്തറസൂൽ മറുപടി കൊടുത്തു, അയാൾ തിരിച്ചുപോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തന്നെ ആ മജ്ലിസിൽ നിന്ന് ഈ ചോദ്യം ചോദിച്ച് ഇറങ്ങിപ്പോയ ആ മനുഷ്യൻ തന്നെ ആ സദസ്സിന്റെ വലത് ഭാഗത്തിലൂടെ, ഹബീബായ നബി തങ്ങളുടെ വലത് ഭാഗത്തിലൂടെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കയറി വന്നു. ഹബീബായ നബി തങ്ങളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയേ, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, നബിയെ, നിങ്ങൾ ഒരുപാട് അമാലുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അമലിൽ ഏറ്റവും അഫ്ളലായ അമലേതാണു നബിയേ? ആദ്യം ചോദിച്ച അതേ ചോദ്യം തന്നെ. ഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സ്വൽസ്വഭാവം. മനുഷ്യന്റെ സ്വഭാവം നന്നാവുക, മറ്റുള്ളവരോട് നല്ല നിലയ്ക്ക് പെരുമാറുക, മറ്റുള്ളവരെ കേൾക്കാനും അവരെ ഉൾക്കൊള്ളാനും അവരോട് നല്ല നിലയിൽ പെരുമാറാനും തയ്യാറാവുക. ഫൻസറഫ, ഇയാൾ തിരിച്ചുപോയി. കുറച്ചേരും കഴിഞ്ഞു. സഹോദര സഹോദരി ശ്രദ്ധിക്കണേ. പിന്നീട് ഈ മനുഷ്യൻ തന്നെ ഹബീബിന്റെ ഇടതുഭാഗത്തിലൂടെ കയറി വന്നു. എന്നിട്ട് ചോദിച്ചു, നബിയേ, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ അടുക്കലേറ്റവും അഫ്ളലായ അമലേതാണു നബിയേ? മൂന്നാമതും ചോദിക്കുന്നത് ഇതേ ചോദ്യം. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കാൻ. ഇയാളോടല്ലേ 2 തവണ പറഞ്ഞത് അഫ്ളലുൽ അമാൽ, അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ അമല് സ്വൽസ്വഭാവാണെന്ന്. ഇയാൾക്കല്ലേ 2 തവണ ഇപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്? സദസ്സിൽ തന്നെ ചിലർക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹോദര, ഹുസ്നുൽ ഖുൽഖ്, സ്വൽസ്വഭാവം. നമ്മളെ പെരുമാറ്റം നന്നാക്കുക, സ്വഭാവം നന്നാക്കുക. ആളുകളൊക്കെ നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ വർത്തിക്കണമെന്നാണോ, എങ്ങനെ പെരുമാറണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ നിലയിൽ നമ്മൾ അങ്ങോട്ട് പെരുമാറുക. ഇതാണ് സ്വൽസ്വഭാവം. ഫൻസറഫ, അയാൾ തിരിച്ചുപോയി. കേൾക്കണ്ട സഹോദര, സുമ്മാതാഹു മിൻ വറാഇഹി, പിന്നീട് ഈ മനുഷ്യൻ മുത്ത് റസൂലിന്റെ നേരെ പിന്നിലൂടെ കയറി വന്നു. റസൂലുള്ളാഹിനെ വിളിച്ചു. ഫൽതഫത ഇലൈഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അയാളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അയാളുടെ ചോദ്യം തന്നെയാണ്, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ അമലേതാണു നബിയേ? ഉടനെ ഫഖാല, മുത്ത് റസൂലിന്റെ ചോദ്യം, മാലക യാ അഖീ ലാ തഫ്ഖഹ്, എന്താ സഹോദര ഇനിയും മനസ്സിലായില്ലേ? അമലിന്റെ കൂട്ടത്തിലെ ഏറ്റവും അഫ്ളലായ അമൽ ഹുസ്നുൽ ഖുൽഖ്,
സ്വൽസ്വഭാവമാണ്. എന്നിട്ട് പറഞ്ഞു ഹുവ അല്ലാ തഗ്ലബ ഇനിസ്തതഅത, അത് പരമാവധി ദേഷ്യപ്പെടാതിരിക്കലാൻ. ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ അത് ഹുസ്നുൽ ഖുൽഖാണ് ഏറ്റവും അഫ്ളലായ അമൽ. എന്നിട്ട് നാലാമതും അയാളിലേക്ക് തിരിഞ്ഞു പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു മാലക്കയ അഖീ ലാ തഫ്ഖഹ്, സഹോദരാ 3 തവണ പറഞ്ഞു എന്നിട്ടും മനസ്സിലായില്ലേ? ഹുസ്നുൽ ഖുൽഖ് സ്വൽസ്വഭാവം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ. എന്നിട്ട് പറഞ്ഞു വഹുവ, ആ ഹുസ്നുൽ ഖുൽഖ് എന്നാൽ അല്ലാ തഗ്ലബ ഇനിസ്തതഅത, പരമാവധി ദേഷ്യപ്പെടാതിരിക്കലാൻ. അത് ഭർത്താവ് ശ്രദ്ധിക്കണം, അത് ഭാര്യ ശ്രദ്ധിക്കണം. എല്ലാ വിഷയത്തിനും കറുമുറു കടിച്ചു പറിച്ച സ്വഭാവം, മക്കളോടും ഭർത്താവിനോട് ഭാര്യയോട് വീട്ടുകാരോട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് ഒരുതരം ദേഷ്യവും വാശിയും എന്തൊക്കെയോ ഉള്ളിലുള്ളതുപോലെ പെരുമാറുന്ന ശൈലി രീതി, അതൊന്നും ശരിയല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ സ്വൽസ്വഭാവത്തിന്റെ മഹത്വം പ്രത്യേകമായി ഉൾക്കൊള്ളണം. അങ്ങനെ തന്റെ ഭാര്യയെ, തന്റെ കുടുംബത്തെ പരിഗണിക്കണം. ഇതൊക്കെ മാന്യന് മാത്രമേ കഴിയൂ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാന്യതയോടുകൂടെ പെണ്ണിനോട് പെരുമാറുക. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നമാ അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്. നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ സദുപദേശം നടത്തുക. ഫഇന്നമാ അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, ഇലാഹായ റബ്ബിന്റെ അമാനത്ത് കൊണ്ടാണ് അവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു അമാനത്താണ്, അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. ഫസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അവരുടെ ജനനേന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് ഹലാലായത് ബികലിമത്തില്ലാഹ്, ഇലാഹായ റബ്ബിന്റെ കലിമത്ത് കൊണ്ടാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരമുള്ള വചനങ്ങളെ കൊണ്ടാണ്, അല്ലാഹുവിന്റെ തീരുമാനം കൊണ്ടാണ്. അതൊക്കെ മനസ്സിലാക്കി സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അവരോട് പെരുമാറണേ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ